ജർമ്മനി ഫ്രാൻസ് കീഴടക്കിയതോടെ പടിഞ്ഞാറൻ യൂറോപ്പ് പൂർണ്ണമായി ജർമ്മനിയുടെ നിയന്ത്രണത്തിലായി. ജർമ്മനിയുടെ അടുത്ത ലക്ഷ്യം ബ്രിട്ടൻ ആയിരിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ഹിറ്റ്ലർക്ക് ബ്രിട്ടനുമായി ഒരു യുദ്ധത്തിന് താല്പര്യമില്ലായിരുന്നു. ഹിറ്റ്ലർ ഒരു ഉപാധി വെച്ചു. അതായത് ബ്രിട്ടൻ തങ്ങളെ യൂറോപ്പിൻ്റെ മുഴുവൻ പരമാധികാരികളായിട്ട്, അതായത് ജർമ്മനി കോൺകർ ചെയ്ത യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മുഴുവൻ അധികാരം ജർമ്മനിക്ക് നൽകാൻ തയ്യാറാണെങ്കിൽ, അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ്റെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ കോളനികളും ബ്രിട്ടന് കൈവശം വെക്കാമെന്ന് ജർമ്മനി ഒരു ഉപാധി ഉണ്ടാക്കി. എന്നാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന് ഇതൊരിക്കലും സ്വീകാര്യമായിരുന്നില്ല. യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളും കോൺകർ ചെയ്ത് അതിൽ ഹിറ്റ്ലർക്ക് പരമാധികാരം നൽകുകയാണെങ്കിൽ ഭാവിയിൽ കൂടുതൽ ശക്തനാകുന്ന ഹിറ്റ്ലർ തങ്ങളെ ആക്രമിക്കുമെന്ന് ചർച്ചിൽ ഭയന്നു. അതിനാൽ ജർമ്മനിക്കെതിരെ യുദ്ധം തുടരാൻ തന്നെയായിരുന്നു ചർച്ചിലിൻ്റെ തീരുമാനം. ഇതിനായി ഓപ്പറേഷൻ സീ ലൈൻ എന്ന പദ്ധതി ജർമ്മനി മെനഞ്ഞു. ആ പദ്ധതി അനുസരിച്ച് 2 ആഴ്ച കൊണ്ട് ഫ്രാൻസിനെ കീഴടക്കിയ അതേ മനോവീര്യത്തിൽ വെറും 2 ആഴ്ച കൊണ്ട് തന്നെ ബ്രിട്ടനെ കീഴടക്കാമെന്ന് ഹിറ്റ്ലർ സ്വപ്നം കണ്ടു. ഇനി ഓപ്പറേഷൻ സീ ലൈനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. 1940 വേനൽക്കാലത്ത് ജർമ്മനി അതിൻ്റെ ശക്തിയുടെ പരകോടിയിലെത്തി. ഫ്രാൻസിനെയും ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെയും തോൽപ്പിച്ച ആത്മവിശ്വാസം ഹിറ്റ്ലർക്കുണ്ടായി. ഹിറ്റ്ലർ ബ്രിട്ടനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയിൽ ആത്മവിശ്വാസത്തോടെ ദ്വീപ് രാഷ്ട്രമായ ബ്രിട്ടനെ ആക്രമിക്കാനും കീഴടക്കാനുമുള്ള ധീരമായ പദ്ധതിയായ ഓപ്പറേഷൻ സീ ലയൺ അദ്ദേഹം ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ പദ്ധതി അതിമനോഹരമായിരുന്നു. ജർമ്മൻ സൈന്യം ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഇംഗ്ലണ്ടിൻ്റെ തെക്കൻ തീരത്ത് ഇറങ്ങും. ഇത് നേടുന്നതിന് ജർമ്മൻ സൈന്യം ഒരു അധിനിവേശ സേനയെ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. സൈനികരെ കൊണ്ടുപോകുന്നതിനായി നദീ ബാർജുകളും കപ്പലുകളും പരിഷ്കരിച്ചു. പ്രത്യേക ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തു. സൈനികർക്ക് ആംഫിബിയസ് ലാൻഡിങ്ങുകൾക്കായി പരിശീലനം നൽകി. ജർമ്മനിയുടെ നാവികസേനയായ ക്രിസ് മറൈൻ റോയൽ നേവിയെ നിർവീര്യമാക്കുക എന്ന കഠിനമായ ദൗത്യത്തെ അഭിമുഖീകരിച്ചു. എന്നാലും ഒരുപാട് തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ ഹിറ്റ്ലർക്ക് സാധിച്ചില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഹിറ്റ്ലറുടെ നാവികസേന തികച്ചും ദുർബലമായിരുന്നു റോയൽ നേവിയുമായി കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അതേസമയം ജർമ്മനിയുടെ എയർഫോഴ്സും കരസേനയും ലോകത്തിലെ ഏറ്റവും ശക്തമായിരുന്നു. എന്നാൽ ബ്രിട്ടൻ്റെ നാവികസേന ഏറ്റവും ശക്തമായതുകൊണ്ട് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഏറെക്കുറെ ആത്മഹത്യാപരമായിരുന്നു. അതുകൊണ്ട് ലോജിസ്റ്റിക് വെല്ലുവിളികളും മറ്റ് തടസ്സങ്ങളുമെല്ലാം കൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ജർമ്മനി ഓപ്പറേഷൻ സീ ലൈൻ അവരുടെ ബ്രിട്ടൻ്റെ നാവികസേന തങ്ങളുടെ നാവികസേനയേക്കാൾ ശക്തരായതുകൊണ്ട് ആ പദ്ധതി വേണ്ട എന്ന് വെച്ചു. എന്നാൽ ബ്രിട്ടൻ്റെ വ്യോമസേനയേക്കാൾ ജർമ്മനിയുടെ വ്യോമസേന ശക്തമായിരുന്നു. അതിനാൽ ഒരു വ്യോമയുദ്ധത്തിന് ജർമ്മനി തയ്യാറെടുത്തു. ഇത് ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ എന്നറിയപ്പെടുന്നു. അതായത് ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ നടന്ന വ്യോമയുദ്ധം. ആ വ്യോമയുദ്ധത്തെ പറ്റിയാണ് ഇനി പറയാനായി പോകുന്നത്. അതായത് ജർമ്മനി യൂറോപ്പിലെ മറ്റ് സഖ്യരാഷ്ട്രങ്ങളെയെല്ലാം പിടിച്ചടക്കി. അതായത് ബ്രിട്ടൻ്റെ പക്ഷത്തുള്ള മറ്റ് രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കി. എന്നാൽ ബ്രിട്ടൻ മാത്രമാണ് ഒരു വലിയ ശക്തിയായിട്ട് നിന്നത്. അപ്പോൾ ബ്രിട്ടൻ ഒന്നെങ്കിൽ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകുമെന്നും അല്ലെങ്കിൽ തൻ്റെ സൈന്യത്തെ കണ്ട് ഭയപ്പെടുമെന്നും ഹിറ്റ്ലർ കരുതി. എന്നാൽ യാതൊരു തരത്തിലും ബ്രിട്ടൻ സമ്മതിച്ചു കൊടുത്തില്ല. അപ്പോൾ അതൊരു അധിനിവേശത്തിന് കാരണമായി. ജർമ്മനിയുടെ ലുത്വഫ ബ്രിട്ടൻ്റെ റോയൽ എയർഫോഴ്സിനേക്കാൾ ശക്തമായതും കൂടുതൽ വിമാനങ്ങൾ ഉള്ളതുമായിരുന്നു. അപ്പോൾ അന്തിമമായി വ്യോമയുദ്ധത്തിൽ തങ്ങൾ തന്നെ വിജയിക്കുമെന്ന് ജർമ്മനി വിശ്വസിച്ചിരുന്നു. RAF എയർഫീൽഡുകൾ, റഡാർ സ്റ്റേഷനുകൾ, നഗരങ്ങൾ എന്നിവയ്ക്ക് നേരെ ജർമ്മൻ ലുത്വഫ നിരന്തരമായ ആക്രമണം നടത്തി. ബ്രിട്ടൻ്റെ ആകാശം ഒരു യുദ്ധക്കളമായി മാറി. ബ്രിട്ടൻ്റെ പ്രതിരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് ലുത്വഫ ബോംബറുകളും പോരാളികളും ചാനലിലുടനീളം അലറി. എന്നാൽ RAF എണ്ണത്തിൽ കുറവാണെങ്കിലും നിശ്ചയദാർഢ്യത്തോടെയും ചാതുര്യത്തോടെയും പോരാടി. പൈലറ്റുമാർ സ്പിറ്റ് ഫയറുകളും ചുഴലിക്കാറ്റുകളും വർത്തി. കറുത്ത നായ്ക്കളുടെ പോരാട്ടത്തിൽ ഏർപ്പെടുകയും സമാനതയില്ലാത്ത ധൈര്യത്തോടെ തങ്ങളുടെ മാതൃരാജ്യത്തെ പ്രതിരോധിക്കുകയും ചെയ്തു. യുദ്ധം രൂക്ഷമായപ്പോൾ ലുത്വഫ ലണ്ടനിലും മറ്റു നഗരങ്ങളിലും ബോംബിടുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ബ്ലിറ്റ്സ് എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ജനതയുടെ ആത്മാവിനെ തകർക്കുകയായിരുന്നു ലക്ഷ്യം. എന്നിട്ടും ഭയത്തിന് വഴങ്ങാതെ ബ്രിട്ടൻ ഉറച്ചു നിന്നു. സിവിലിയൻ സ്ഫോടനങ്ങളെ സഹിഷ്ണുതയോടെ സഹിച്ചു. ലുത്വഫിൻ്റെ ആക്രമണത്തെ റോയൽ എയർഫോഴ്സ് പ്രതിരോധിക്കുന്നത് തുടർന്നു. 1940 ഒക്ടോബറോടെ ജർമ്മനി അതിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് വ്യക്തമായി. RAF അതിജീവിക്കുക മാത്രമല്ല ലുത്വഫയ്ക്ക് കാര്യമായ നഷ്ടം വരുത്തുകയും ചെയ്തു. ബ്രിട്ടൻ യുദ്ധം ബ്രിട്ടൻ്റെ നിർണായക വിജയത്തിൽ അവസാനിച്ചു. നാസി ജർമ്മനിയുടെ ആദ്യത്തെ വലിയ പരാജയം അടയാളപ്പെടുത്തുകയും ഹിറ്റ്ലറുടെ സൈന്യം അജേയരല്ലെന്ന് തെളിയിക്കുകയും ചെയ്തു.
ജർമ്മനി ബ്രിട്ടനുമായുള്ള വ്യോമയുദ്ധത്തിൽ പരാജയപ്പെട്ടു. അതിനുശേഷം സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ഓപ്പറേഷൻ ബാർബറൂസ് നടക്കുന്നതിന് തൊട്ടു മുമ്പായി 2 കോൺക്വസ്റ്റുകൾ കൂടി നടത്തുന്നുണ്ട്. അത് യൂഗോസ്ലോവാക്യയെ കീഴടക്കുന്നതും ഗ്രീസിനെ കീഴടക്കുന്നതാണ്. അതും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. 1941 ഏപ്രിൽ 6 ജർമ്മനി യൂഗോസ്ലോവാക്യയിൽ മിന്നൽ വേഗത്തിലുള്ള അധിനിവേശം ആരംഭിച്ചു. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശവും യൂഗോസ്ലോവാക്യയിലെ പ്രതിരോധ നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജർമ്മൻ സൈന്യം വെറും 11 ദിവസത്തിനുള്ളിൽ രാജ്യം കീഴടക്കി. നിരുപാധികമായ കീഴടങ്ങലിന് യൂഗോസ്ലോവാക്യ നിർബന്ധിതരായി. ദ്രുത ടാങ്ക് ചലനങ്ങൾ, വ്യോമ പിന്തുണ, കാലാൾപ്പട ഏകോപനം എന്നിവ സംയോജിപ്പിച്ച് ബ്ലിറ്റ്സ്ക്രീഗ് തന്ത്രങ്ങളിൽ ജർമ്മനിയുടെ വൈദഗ്ധ്യം ഈ ഓപ്പറേഷൻ പ്രദർശിപ്പിച്ചു. അതേസമയം ജർമ്മനി ഗ്രീസിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഇറ്റലിക്കെതിരായ മാസങ്ങൾ നീണ്ട പോരാട്ടത്തിൽ ഇതിനകം ദുർബലരായ ഗ്രീക്ക് സൈന്യത്തിന് ജർമ്മൻ ആക്രമണത്തെ നേരിടാൻ കഴിഞ്ഞില്ല. 1941 ഏപ്രിൽ 27 ജർമ്മൻ സൈന്യം ഏതൻസിൽ പ്രവേശിച്ചു ഗ്രീസ് കീഴടക്കി. ഈ വിജയങ്ങൾ ജർമ്മനിയെ അതിൻ്റെ തെക്കൻ വശം സുരക്ഷിതമാക്കാനും ഓപ്പറേഷൻ ബാർബറൂസ ആരംഭിക്കുന്നതിന് മുമ്പ് ബാൽക്കൺ അച്ചുതണ്ടിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പിക്കാനും അനുവദിച്ചു.